ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഭൂഭാഗമായ മോളി ചേച്ചിയുടെ വീട്ടിലാണ്. നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് കാണാനായിട്ട് എത്തിയാണ്. നമ്മുടെ ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ നൽകി ചേച്ചി നല്ല വിജയകരമായിട്ട് കൃഷിയൊക്കെ ചെയ്തിരിക്കുകയാണ്. ചേച്ചി തന്നെ ഇതിനെപ്പറ്റി പറയുന്നത് ഈ മുളകൊക്കെ നന്നായിട്ട് ഏകദേശം ഒരു കിലോ മുളക് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കണ്ട് മുളക് പറിച്ചത് ഇരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയാതെ കിട്ടിയേക്കുവാ. പച്ചക്കറിയൊന്നും മേടിക്കൊണ്ടില്ല. പിന്നെ ഇത് തക്കാളി എന്തായാലും നല്ലോണം പിടിച്ചിട്ടുണ്ട്. തക്കാളി നല്ല രീതിക്ക് പിടിച്ചത് ഇതിലൊരു 10-25 അല്ല അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്നൊരു കമ്പ് ഞാനത് വെട്ടിക്കളഞ്ഞു. അതിനൊന്ന് താങ്ങ് കൊടുത്താലേ കേട്ടോ. നല്ല തക്കാളി ഒന്ന് കാണിച്ചു. തക്കാളി ഉണ്ട്, നിറച്ച് തക്കാളി പിടിച്ചിട്ടുണ്ട്. ചേച്ചി 10-25 പറിച്ചെന്നാണ് പറയുന്നത്. അതിനുശേഷം തന്നെ ഇപ്പൊ ഇത്രയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പഴയത് നിന്ന ഒരുപാട് പിന്നെ പച്ചമുളകിന്റെ തൈകൾ കുരുടി നിന്നേ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വളമൊക്കെ ചെയ്ത് സ്പ്രേ കൊടുത്ത് ഞാൻ വൈറസോളല്ലേ നൽകി. വൈറസോൾ കൊടുത്തപ്പോ മുരടിപ്പ് ഇതൊക്കെ മുരടിപ്പ് മാറി വരുന്നു. ചെറുതായിട്ടുണ്ടെന്നറിയില്ല മുരടിപ്പ്. അത് തന്നെ ഒരു തുടർച്ചയായിട്ട് കൊടുത്താൽ മതി, അത് മാറി. ഇത് ഫുള്ള് മുരടിപ്പായിരുന്നു. അത് ഞാൻ വൈറസോൾ കൊടുത്ത് ഇപ്പം നല്ലപോലെ വീണ്ടും ഒരുവിധം പച്ചമുളകുമായിരുന്നു. പൂ പിടിച്ചു തുടങ്ങിയിരുന്നു. അത് കൊടുത്താൽ മതി. 2-3 പ്രാവശ്യം അടുപ്പിച്ച് കൊടുക്കുമ്പോൾ അതെല്ലാം മാറി റെഡി ആയിരിക്കും. പിന്നെ വെണ്ടയുണ്ട്. വെണ്ട ഇഷ്ടംപോലെ വെണ്ട പിടിച്ച് ചെറിയ തൈയാണെങ്കിൽ അതിലൊരു നല്ലപോലെ പിടിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പറിച്ച് നമ്മളെ ബ്ലൂമും നെറ്റ്വർക്കിങ്ങും കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കപ്പയുടെ കാര്യം പറയാനുണ്ട്. ഞാനിവിടെ ഒരു 3 വർഷമായിട്ട് കപ്പ തൈ വച്ച് വരെ പിടിപ്പിച്ച്, പക്ഷെ അതിനകത്ത് പൂക്കത്തുമില്ല, കായ്ക്കത്തില്ല. ഇപ്രാവശ്യം പൂ അഥവാ സാധാരണ പിടിച്ചു ഇപ്രാവശ്യം പൂ വന്നപ്പോൾ നമ്മള് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് ആ കാ പൊഴിയാതെ എനിക്ക് അത് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള നമ്മള് വാഴയ്ക്കൊക്കെ നൽകുന്നുണ്ടല്ലേ? വാഴയ്ക്കൊക്കെ നല്ല കാണിക്കുന്നുണ്ട്. വാഴയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം കിട്ടുന്നുണ്ട്. എനിക്കൊരു സാമ്പാർ വെക്കണമെങ്കിൽ വഴുതനയുണ്ട്, വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്. അമരയായി വരുന്നു. പാവലൊക്കെ പിടിച്ചു തുടങ്ങുമ്പോൾ പാവലുമായി, പയറും നട്ടുണ്ട്. ഇതെന്ത് സോയായിരുന്നു അല്ലേ? ഓക്കെ. എന്തായാലും നമ്മള് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെറിയ ചീര തൈയുണ്ട്. എനിക്ക് ഇടയ്ക്ക് ഒന്നട വിട്ട് ചീരയും ഞാൻ എന്തായാലും തുടർന്ന് നല്ല രീതിയിൽ കൃഷിയൊക്കെ മുന്നോട്ട് പോട്ടെ. നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. നമ്മുടെ മോളി ചേച്ചി എനിക്ക് എൻ്റെ കോല് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കവർ നിറച്ചുണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയലത്തെ വീടുകളിലും ഒക്കെ കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഇഷ്ടംപോലെ നല്ല കോല് ഒരു പാക്കറ്റ് നിറച്ച് തന്നിട്ടുണ്ട്. എന്തായാലും കറി വയ്ക്കാനായിട്ട്. ഓക്കെ, സന്തോഷം. ഓക്കെ.